ഹായ്, SSLCയുടെ റിസൾട്ടൊക്കെ വന്നല്ലേ. അപ്പോൾ ഇതിനകത്ത് കുറെ പേർക്കെങ്കിലും നല്ല മാർക്ക് കിട്ടിക്കാണും, കുറച്ച് പേർക്ക് വിചാരിച്ചത്രയും മാർക്ക് കിട്ടിക്കാണത്തില്ല. സോ എനിവേ SSLC റിസൾട്ട് വന്നല്ലോ. ഇനി നമുക്ക് ആ കഥ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഇനി മുന്നോട്ട് കിടക്കുന്നത് വലിയ രണ്ട് കടമ്പകളാണ്, +1ഉം +2. സ്വാഭാവികമായിട്ടും SSLC പോലെയല്ല, വളരെ ഡിഫിക്കൽട്ട് ആണ് നമ്മൾ വിചാരിക്കുന്ന ഒരു മാർക്കിലേക്ക് ഹയർ സെക്കൻഡറിയിൽ മാർക്ക് സ്കോർ ചെയ്യുക എന്നുള്ളത്. സോ അതുകൊണ്ട് തന്നെ +1 പഠനം നമ്മൾ ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്താൽ മാത്രമേ +1ൽ നമ്മൾ വിചാരിക്കുന്നത് അല്ലെങ്കിൽ അതിന്റെ ഏകദേശം അയൽവക്കത്തെങ്കിലും നമുക്ക് മാർക്ക് കിട്ടത്തുള്ളൂ. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമുക്ക് ആ ഭഗീരഥ പ്രയത്നം ഇപ്പോ തന്നെ തുടങ്ങാം. നിങ്ങൾ +1ൽ സയൻസ് എടുക്കാൻ തീരുമാനിച്ചുവെങ്കിൽ ഇന്ന് മുതൽ നിങ്ങൾക്ക് കൂട്ടായി ഞാനുമുണ്ട്. സോ +1ന്റെ ഫസ്റ്റ് ചാപ്റ്റർ ഫിസിക്സില് ഫിസിക്കൽ വേൾഡ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. പക്ഷെ അതിനകത്ത് പഠിക്കാൻ വളരെ കുറച്ചേ ഉള്ളൂ. എന്നാൽ രണ്ടാമത്തെ ചാപ്റ്ററായ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് നമുക്ക് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. സോ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ആദ്യത്തെ ടോപ്പിക് നമുക്ക് വളരെ വേഗം കവർ ചെയ്യാം. യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സിനകത്ത് നിങ്ങൾക്ക് ആദ്യം പഠിക്കാനുള്ളത് കുറെ യൂണിറ്റ് സിസ്റ്റംസിനെ കുറിച്ചാണ്. ഇപ്പൊ യൂണിറ്റ് എന്താണെന്ന് അറിയാത്ത ആരുമില്ല അല്ലെ. നമ്മളിപ്പോ ഒരു കടയിൽ പോയിട്ട് പഞ്ചസാര മേടിക്കുന്നു. അപ്പോ നമ്മളിപ്പോ 1 കിലോ പഞ്ചസാര വേണമെങ്കിൽ നമ്മളിവിടെ 1 കിലോഗ്രാം എന്ന് പറയാറുണ്ട്. സോ കിലോഗ്രാമിനകത്ത് ഗ്രാം എന്ന് പറയുന്നത് ഒരു യൂണിറ്റ് ആണ്. നമ്മുടെ സമയം എത്രയായി എന്ന് ചോദിച്ചാൽ ഇപ്പോൾ 5 മണി അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ പറയുമ്പോൾ 5 hours എന്ന് പറയാറുണ്ട്, അല്ലെങ്കിൽ 5 o'clock എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്, അല്ലെങ്കിൽ 5 hours and 30 minutes എന്ന് പറയാറുണ്ട്. സോ വാട്ട് എവർ ഇറ്റ് ഈസ്, അവർ, മിനിറ്റ്, സെക്കൻഡ് എന്നൊക്കെ പറയുന്നത് എന്താ, അത് ടൈമിന്റെ യൂണിറ്റ് ആണ്. ഇനി നമ്മൾ കടയിൽ പോയിട്ട് നമുക്ക് നമ്മൾ മണ്ണെണ്ണ മേടിക്കാനായിട്ട് പോയി. അപ്പോൾ നമ്മൾ പോയിട്ട് പറയണ 5 ലിറ്റർ മണ്ണെണ്ണ എന്നാണ് പറയുന്നത്. സോ വാട്ട് ഈസ് ലിറ്റർ? ലിറ്റർ എന്ന് പറയുന്നതും ഒരു യൂണിറ്റ് ആണ്. സോ യൂണിറ്റ് നമ്മൾ ഒരുപാട് ഉപയോഗിച്ച് വരുന്ന ഒരാളാണ് യൂണിറ്റ്സ് എന്ന് പറയുന്നത്. സോ യൂണിറ്റ് സിസ്റ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല നാടുകളിൽ പല കാലഘട്ടങ്ങളിലായി നിലനിന്നിരുന്ന കുറെ യൂണിറ്റുകളെയാണ് നമ്മൾ യൂണിറ്റ് സിസ്റ്റംസ്. നമുക്ക് ഉദാഹരണം നമുക്ക് എടുക്കാം. നമ്മുടെ നാട്ടിൽ തന്നെ നാഴിക, വിനാഴിക എന്നൊക്കെ പറഞ്ഞിട്ട് സമയത്തിന് ഒരുപാട് യൂണിറ്റുകൾ ഉണ്ടായിരുന്നു. നമുക്ക് വല്ലതും അറിയാമോ? ഇല്ല. അപ്പോ അങ്ങനെ പല നാടുകളിൽ പല യൂണിറ്റുകൾ നിലനിന്നിട്ടുണ്ടായിരുന്നു. സോ അത്തരത്തിലുള്ള പ്രമുഖമായിട്ടുള്ള ഒരു 3 യൂണിറ്റ് സിസ്റ്റംസ് നമുക്കൊന്ന് വേഗം നോക്കാം. ഒന്നാമത്തെ സിസ്റ്റത്തിന്റെ പേരാണ് CGS സിസ്റ്റം. CGS സിസ്റ്റം ആക്ച്വലി ഇതിന് സ്മോൾ ലെറ്റേഴ്സിലാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. CGS എന്ന് എഴുതുന്നത് നമ്മള് CGS സിസ്റ്റം. അതിന് C എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? C എന്ന് പറയുന്നതാണ് സെന്റിമീറ്റർ. അപ്പോൾ C എന്ന് പറയുന്നത് സെന്റിമീറ്റർ. സെന്റിമീറ്റർ ആരുടെ യൂണിറ്റ് ആണ്? സെന്റിമീറ്റർ ലെങ്ത്തിന്റെ യൂണിറ്റ് ആണ്. ലെങ്ത്തിന്റെ യൂണിറ്റ് ആണ്. ഇങ്ങനെ ലെങ്ത്തിന്റെ യൂണിറ്റ്, അത് കഴിഞ്ഞ് രണ്ടാമത് കിടക്കുന്ന ഏത് യൂണിറ്റാ? ദാറ്റ് ഇസ് G എന്തായിരിക്കും? ഒന്ന് ആലോചിച്ചാൽ കിട്ടും നമുക്ക്. ഗ്രാം. സോ രണ്ടാമത്തെ ഗ്രാം. ഗ്രാം എന്തളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ആണ്? മാസിന്റെ യൂണിറ്റ് ആണ് അല്ലെ. സോ മാസ്. അടുത്ത ലാസ്റ്റ് S എന്തായിരിക്കും? നിങ്ങളുടെ തലയിൽ കത്തിക്കാണും ഉറപ്പാ. ദാറ്റ് ഇസ് സെക്കൻഡ്സ്. സെക്കൻഡ്സ് ഏതിന്റെ യൂണിറ്റാ? ടൈമിന്റെ യൂണിറ്റ്. സോ ഇവിടെ 3 ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഏതൊക്കെയാണത്? ലെങ്ത്, മാസ്, ടൈം. ഈ 3 പേരെയും പറയുന്ന പേരാണ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്. ഓക്കെ, ഇത് ഫണ്ടമെന്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത് ബേസിക് ക്വാണ്ടിറ്റീസ്, ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നതാണ് ഈ 3 ആൾക്കാർ. ഇവർ ഇൻഡിപെൻഡന്റ് ആയിട്ട് നിലനിൽക്കുന്നതാണ്. എന്ന് വെച്ചാൽ ഇവരെ ആരും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഇവർക്ക് സ്വന്തമായിട്ടൊരു യൂണിറ്റ് ഒക്കെ ഉണ്ട്. ആരും ഡിപ്പെൻഡ് ചെയ്യുന്ന രീതിയിലല്ലാണ് നിൽക്കുന്നത്. അപ്പൊ എന്ത് ഡിപ്പെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്? ഒരു ഉദാഹരണം വേഗം ഒന്ന് പറഞ്ഞുതരാം. വെലോസിറ്റിയുടെ യൂണിറ്റ് എന്താ? മീറ്റർ പെർ സെക്കൻഡ് അല്ലേ. വെലോസിറ്റിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ പെർ സെക്കൻഡ് അല്ലേ. മീറ്റർ ലെങ്തിന്റെ യൂണിറ്റ് അല്ലേ. സെക്കൻഡ് ടൈമിന്റെ യൂണിറ്റ് അല്ലേ. അപ്പൊ വെലോസിറ്റിയുടെ യൂണിറ്റ് ആരെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? ലെങ്തിനെയും ഡിപ്പെൻഡ് ചെയ്തു, ടൈമിനെയും ഡിപ്പെൻഡ് ചെയ്തു. അപ്പൊ സ്വാഭാവികമായിട്ടും വെലോസിറ്റി ഈസ് നോട്ട് എൻ ഇൻഡിപെൻഡന്റ് യൂണിറ്റ്. അതൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റി. ഇൻഡിപെൻഡന്റ് അല്ല, അത് ഫണ്ടമെന്റലും അല്ല. അത്തരക്കാരെ വിളിക്കുന്ന പേരാണ് ഡിറൈവ്ഡ് യൂണിറ്റ്സ്. അത് നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് മാറ്റി വെക്കാം. സോ ഞാനിപ്പോ നിങ്ങൾക്ക് അത് പറഞ്ഞു തരാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ഫണ്ടമെന്റൽ അഥവാ ബേസിക് യൂണിറ്റ്, ബേസിക് ആയിട്ടുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞാൽ ഇൻഡിപെൻഡന്റ് ആയിട്ട് നിലനിൽക്കുന്നവരായിരിക്കും. അത്തരത്തിലുള്ളവരാണ് ലെങ്ത്, മാസ്, ടൈം. സോ അവരുടെ യൂണിറ്റുകളാണ് ഏത് സിസ്റ്റം? CGS സിസ്റ്റത്തിനകത്ത് ഏതൊക്കെയാണ് ആ യൂണിറ്റുകൾ? സെന്റിമീറ്റർ, ഗ്രാം, സെക്കൻഡ്. ക്ലിയർ ആയോ നിങ്ങൾക്ക്? അപ്പൊ ഇതാണ് CGS സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ സിസ്റ്റം MKS സിസ്റ്റം.
MKS സിസ്റ്റം എന്തായിരിക്കും? നിങ്ങളുടെ തലയ്ക്കകത്ത് ഉദിച്ച് കാണും. M മീറ്റർ. അപ്പൊ ലെങ്ത്തിന്റെ യൂണിറ്റ് ഇവിടെ എന്താണ്? മീറ്റർ ആണ്. K എന്തായിരിക്കും? മാസിന്റെ യൂണിറ്റ് അല്ലേ വരിക അവിടെ. അപ്പൊ എന്തായിരിക്കും അത്? കിലോഗ്രാം. കിലോഗ്രാം. ടൈമിന്റെ യൂണിറ്റ് ഇവിടെയും എസ് അല്ലേ? എസ് എന്താണ്? സെക്കൻഡ് ആണ്. അപ്പൊ ടൈമിന്റെ യൂണിറ്റ് സെക്കൻഡ്. അപ്പൊ രണ്ടാമത്തെ സിസ്റ്റം നമ്മൾ പഠിച്ചെടുത്തു, MKS സിസ്റ്റം. ഇനി മൂന്നാമത്തെ സിസ്റ്റമാണ് FPS സിസ്റ്റം. FPS സിസ്റ്റം അതെന്താ? ഒരു ചെറിയ കൺഫ്യൂഷൻ നമ്മുടെ മനസ്സിലേക്ക് വരും അല്ലെ? FPS സിസ്റ്റം. എഫ് എന്ന് വെച്ചാൽ ദാറ്റ് ഇസ് ഫുഡ്. നമ്മൾ ഈ അടിക്കണക്ക് പറയാറില്ലേ? അപ്പൊ ഫുഡ് എന്ന് പറയുന്നതാണ് നമ്മുടെ എഫ് എന്ന് പറയുന്നത്. ദെൻ പി എന്താ? അത് ഒട്ടും കേട്ടിട്ടുണ്ടാവില്ല നമ്മള്. ദാറ്റ് ഈസ് പൗണ്ട്. നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കാറില്ല പൗണ്ട്. നിങ്ങൾ ഷേക്സ്പിയറിന്റെ നോവലൊക്കെ വായിച്ചിട്ടുണ്ടോ? പണ്ട് ഒരു നോവൽ ഉണ്ടായിരുന്നു, നമ്മുടെ ഈ ഒരു ലേഡി ഒരു ലോയറിന്റെ വേഷമൊക്കെ കെട്ടി വന്നിട്ട് ഒരു കോടതിയിൽ ലേഡി ഇത് ആണാണെന്ന് പറഞ്ഞിട്ട് ലോയറിന്റെ വേഷത്തിലൊക്കെ വന്നിട്ട് മാംസം മുറിച്ചു കൊടുക്കുന്ന ഒരു സീനൊക്കെ ഉണ്ട്. മാക്ബത്ത് ആണെന്നാണ് എന്റെ ഓർമ്മ. അപ്പൊ ആ ഒരു സീനിനകത്ത് അവര് മാംസം അളക്കുന്നതിന്റെ യൂണിറ്റ് ആയിട്ട് പറയുന്നത് ഇത്ര പൗണ്ട് എന്നാണ്. സോ പൗണ്ട് ഏതിന്റെ യൂണിറ്റ് ആണ്? വെയിറ്റിന്റെ അല്ലെങ്കിൽ മാസിന്റെ യൂണിറ്റ് ആണ് പൗണ്ട് എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഏതാ? എസ്, സെക്കൻഡ് ആണ്. അപ്പൊ ഫുഡ്, പൗണ്ട്, സെക്കൻഡ്. നിങ്ങൾക്ക് ഇത് കേൾക്കുമ്പോൾ തന്നെ അറിയാം ഇതൊന്നും നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നതൊന്നുമല്ല. പൗണ്ട് എന്നൊക്കെ പറയുന്നത് സ്വാഭാവികമായിട്ട് ദാറ്റ് വാസ് ഹൈലി യൂസ്ഡ് ഇൻ ബ്രിട്ടീഷ് അല്ലെ? ബ്രിട്ടീഷുകാരാണ് അത് കൂടുതൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് FPS സിസ്റ്റത്തിന് നമുക്കൊരു ഇരട്ടപ്പേരിടാം. ഇതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ബ്രിട്ടീഷ് സിസ്റ്റം. സോ FPS സിസ്റ്റത്തിന്റെ മറ്റൊരു പേരാണ് ബ്രിട്ടീഷ് സിസ്റ്റം. സോ മൂന്ന് സിസ്റ്റം ഒറ്റ അടിക്ക് പഠിച്ച് എഴുതല്ലേ? ഒന്ന് CGS സിസ്റ്റം, രണ്ടാമത്തത് MKS സിസ്റ്റം, മൂന്ന് FPS സിസ്റ്റം. ഏതൊക്കെയായിരുന്നു ഫണ്ടമെന്റൽ ആയിട്ടുള്ള ബേസിക് ക്വാണ്ടിറ്റീസ്? ലെങ്ത്, മാസ്, ടൈം. സോ ഇതൊക്കെ കാലഹരണപ്പെട്ടു പോയതാണ്. അത് മീൻസ് ഇപ്പൊ നമ്മൾ അങ്ങനെ ഉപയോഗിക്കുന്നില്ല. ഇങ്ങനെയൊക്കെ സിസ്റ്റംസ് ഉണ്ടായിരുന്നു. ആൻഡ് ഇന്ന് ലോകത്തെല്ലായിടത്തും ഉപയോഗിക്കാനായിട്ട് വി ഹാവ് ആൻ ഇന്റർനാഷണൽ സിസ്റ്റം. അതിന് നമ്മൾ എന്താ വിളിക്കുന്നത്? SI സിസ്റ്റം. സോ SI യുടെ ഫുൾ ഫോം ഇന്റർനാഷണൽ സിസ്റ്റം എന്നാണ്. എനിക്ക് തലതിരിഞ്ഞതാണോ അത് എഴുതിയത് തലതിരിഞ്ഞു പോയതാണോ? SI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് ഇന്റർനാഷണൽ സിസ്റ്റം എന്ന് വരുന്നത്? ദാറ്റ് ഈസ് ബിക്കോസ് സിസ്റ്റം SIയുടെ കറക്റ്റ് ഫുൾ ഫോം ഒരു ലാറ്റിൻ വേർഡ് ആണ്, സിസ്റ്റമേ ഇന്റർനാഷണലേ. ഓക്കെ, സിസ്റ്റമേ ഇന്റർനാഷണലേ. അതിന്റെ ഷോർട്ട് ആണ് SI. അതിന് ഇംഗ്ലീഷീകരിക്കുമ്പോഴാണ് അത് എന്തായിട്ട് മാറുന്നത്? ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ SI സിസ്റ്റം ഓഫ് യൂണിറ്റ്സിനകത്ത് പ്രധാനമായിട്ടും മൂന്നെണ്ണമാണല്ലോ. ഏതൊക്കെയാ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്? ലെങ്ത്, മാസ്, ടൈം. ഓക്കെ, സോ ലെങ്ത്, മാസ്, ടൈം. ഇതിൽ ലെങ്ത്തിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് മീറ്റർ. ലെങ്ത്തിന്റെ യൂണിറ്റ് മീറ്റർ. മാസിന്റെ യൂണിറ്റ് കിലോഗ്രാം. മാസിന്റെ യൂണിറ്റ് കിലോഗ്രാം. ഈ കെ ശ്രദ്ധിച്ചായിരുന്നോ? ദാറ്റ് ഈസ് സ്മോൾ ലെറ്റർ കെ. ക്യാപിറ്റൽ ലെറ്റർ കെ ആണെങ്കിൽ അത് കെൽവിൻ ആയിട്ട് മാറും. ഓക്കെ, ദെൻ ടൈമിന്റെ യൂണിറ്റ് സെക്കൻഡ്. പക്ഷെ നമ്മൾ കൂടുതൽ ഫിസിക്സ് പഠിച്ച് വന്നപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഈ മൂന്ന് ഫണ്ടമെന്റൽ അല്ല, ഇനിയും ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ഉണ്ട്. അല്ലെങ്കിൽ ഈ മൂന്നെണ്ണത്തിൽ മാത്രം കാര്യങ്ങൾ നിൽക്കത്തില്ല. സോ അങ്ങനെ ഫണ്ടമെന്റൽ യൂണിറ്റുകളുടെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള ബേസിക് ക്വാണ്ടിറ്റീസിന്റെ എണ്ണം കൂട്ടി നൗ വി ഹാവ് 7 ഫണ്ടമെന്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. അപ്പൊ 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആണുള്ളത്. ഏതൊക്കെ? ഇതല്ലാതെ ഇനി വരുന്നത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് നമ്മുടെ ടെമ്പറേച്ചർ. ടെമ്പറേച്ചറിന്റെ യൂണിറ്റ് എന്താ? സ്റ്റാൻഡേർഡ് ആയിട്ട് നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ട് നമ്മൾ കണക്കുകളൊക്കെ ചെയ്യേണ്ടത് കെൽവിനിലാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. സോ കെൽവിൻ ഈസ് ദി SI യൂണിറ്റ്. മറക്കരുത് കേട്ടോ, കെൽവിൻ ആണ് ടെമ്പറേച്ചറിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത്. ഇനിയുമുണ്ട്. ഇനി അടുത്ത് ഇത് കഴിഞ്ഞാൽ വരുന്നതാണ് കറണ്ട്. ഇലക്ട്രിക് കറണ്ട് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ ഇലക്ട്രിക് കറണ്ടിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ആംപിയർ. എല്ലാവർക്കും അറിയാം കറണ്ടിന്റെ യൂണിറ്റ് ആംപിയർ. നിങ്ങൾ SSLCയിൽ തന്നെ ഒരുപാട് പ്രോബ്ലംസ് ചെയ്യുന്നതായതുകൊണ്ട് നിങ്ങൾക്ക് അത് അറിയായിരിക്കും. കറണ്ടിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ആംപിയർ ആണ്. ഇനിയുള്ളത് ദാറ്റ് ഈസ് നമ്മുടെ ലൈറ്റിന്റെ തീവ്രത പറയാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ലൂമിനസ് ഇന്റൻസിറ്റി. ലൂമിനസ് ഇന്റൻസിറ്റിയുടെ യൂണിറ്റ് ആണ് കാൻഡല. CD എന്നാണ് നമ്മൾ അതിന്റെ യൂണിറ്റ് കൊടുക്കുന്നത്, കാൻഡല. ഇനി ലാസ്റ്റ് ഒരെണ്ണം കൂടി ഉണ്ട്, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്. പത്താം ക്ലാസ്സിലൊക്കെ നമ്മൾ കേട്ട് പരിചരിച്ച നമുക്ക് കുറെ പ്രോബ്ലംസ് ഒക്കെ കൂടെ പിറപ്പായി കൊണ്ടുവന്ന ഒരു പ്രധാനപ്പെട്ട ആളാണ്. ആരാണത്?
മോൾ കോൺസെപ്റ്റ് ഒക്കെ പഠിച്ചത് ഓർക്കുന്നില്ലേ? സോ മോൾ ആണ് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന യൂണിറ്റ്. സോ മോൾ ഈസ് ദി യൂണിറ്റ് ഓഫ് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്. അത് യൂണിറ്റ് ആയിട്ട് എഴുതുമ്പോൾ MOL, അതിന്റെ ഫുൾ ഫോം ആണെങ്കിൽ MOLE. ഓക്കെ, സോ ദാറ്റ് ഈസ് ദി എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്. ഇപ്പൊ 7 ആയില്ലേ അല്ലെ? അപ്പൊ ദി 7 ആർ ദി ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ഇൻ SI സിസ്റ്റം. മറക്കരുത്, വരുന്നത് ആരൊക്കെ? ലെങ്തിന് മീറ്റർ, മാസിന് കിലോഗ്രാം, ടൈമിന് സെക്കൻഡ്, ടെമ്പറേച്ചറിന് കെൽവിൻ, ഇലക്ട്രിക് കറണ്ടിന് ആംപിയർ, ലൂമിനസ് ഇന്റൻസിറ്റി കാൻഡല, ആൻഡ് ലാസ്റ്റ് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിന് മോൾ. സോ ഇത്രയുമാണ് SI യൂണിറ്റ്സിനകത്ത് വരുന്ന 7 ബേസിക് ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. ഇതല്ലാതെ 2 സപ്ലിമെന്ററി യൂണിറ്റ്സ് കൂടി ഇതിനകത്തുണ്ട്. സോ ഏതൊക്കെയാണ് സപ്ലിമെന്ററി യൂണിറ്റ്സ്? വേഗം നോക്കാം. 2 ഉള്ളൂ, ആകെ 2 ഉള്ളൂ. ഒന്നെന്ന് പറയുന്നത് പ്ലെയിൻ ആംഗിൾ. നമുക്കൊരു സർക്കിൾ വരച്ചിട്ട് നമ്മളതിൽ ആംഗിൾ ഇങ്ങനെ അടയാളപ്പെടുത്താറില്ലേ? നമ്മൾ സാധാരണ കൊടുക്കുന്ന സിമ്പൽ എന്താ? തീറ്റ എന്ന് കൊടുക്കും. ഈ ആംഗിളിനെയാണ് പ്ലെയിൻ ആംഗിൾ എന്ന് വിളിക്കുന്നത്. പ്ലെയിൻ ആംഗിളിന്റെ യൂണിറ്റ് ആണ് റേഡിയൻ. നമ്മൾ റാഡ് എന്നൊക്കെ എഴുതാറുണ്ട്, റേഡിയൻ. അപ്പൊ റേഡിയൻ എന്താണെന്ന് അറിയില്ല അല്ലെ? അത് നമുക്ക് വേറൊരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. എന്താണ്, എങ്ങനെയാണ് റേഡിയന്റെ കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്യുന്നത്. സോ ദിസ് ഈസ് ദ റേഡിയൻ. റേഡിയൻ ഈസ് ദി യൂണിറ്റ് ഓഫ് പ്ലെയിൻ ആംഗിൾ. മറക്കരുത്, പ്ലെയിൻ ആംഗിളിന്റെ യൂണിറ്റ് ആണ് റേഡിയൻ. ഇത് നമ്മൾ വിളിക്കുന്ന പേരാണ് സപ്ലിമെന്ററി യൂണിറ്റ്സ്. അപ്പൊ ഒരു സപ്ലിമെന്ററി യൂണിറ്റ് ആയി. ഇനി എത്ര എണ്ണം കൂടി ഉണ്ട്? ഒരെണ്ണം കൂടിയുണ്ട്. അത് വരയ്ക്കാൻ അല്പ ബുദ്ധിമുട്ട്, കാരണം 3 ഡയമെൻഷനിൽ ആണ്. ഒരു സ്ഫിയർ നിങ്ങളുടെ മനസ്സിലേക്ക് തരാം. ഒരു തണ്ണിമത്തങ്ങ, ഒരു ഉരുണ്ടിരിക്കുന്ന നല്ല സ്ഫെറിക്കൽ ആയിട്ടിരിക്കുന്ന ഒരു തണ്ണിമത്തങ്ങ. ആ തണ്ണിമത്തങ്ങയുടെ നടുക്ക് നിന്ന് നമ്മൾ ഇവിടെ ഒരു സ്ക്വയർ പോലെ കൺസിഡർ ചെയ്യണേ. എന്നിട്ട് ഒരു സ്ക്വയർ ഇങ്ങനെ വരച്ചതിന് ശേഷം താഴേക്ക് നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കുക. ക്ലിയർ ആയോ? ഒരു പീസ് നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത് പോലെ. സോ സ്വാഭാവികമായിട്ട് ഇതിനകത്ത് ഇറ്റ് മേക്സ് ആൻ ആംഗിൾ അല്ലെ? ഒരു ആംഗിൾ ഇത് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, ഒരു 3 ഡയമെൻഷണൽ ആംഗിൾ. ദാറ്റ് ഈസ് കോൾഡ് സോളിഡ് ആംഗിൾ. ഇത് പ്ലെയിൻ ആംഗിൾ, ഇത് സോളിഡ് ആംഗിൾ. സോളിഡ് ആംഗിളിന്റെ യൂണിറ്റ് ആണ് സ്റ്റെറേഡിയൻ. ഓക്കെ, ദാറ്റ് ഈസ് ദ യൂണിറ്റ് ഓഫ് സോളിഡ് ആംഗിൾ. അപ്പൊ 2 പ്രധാനപ്പെട്ട സപ്ലിമെന്ററി യൂണിറ്റുകളുണ്ട്. ഒന്ന് പ്ലെയിൻ ആംഗിൾ, ഒന്ന് സോളിഡ് ആംഗിൾ. ക്ലിയർ ആയോ നിങ്ങൾക്ക്? അപ്പൊ ഇതാണ് യൂണിറ്റ് സിസ്റ്റം എന്ന് പറയുന്ന ആദ്യത്തെ ടോപ്പിക്കിനകത്ത് നിങ്ങൾക്ക് പഠിച്ചു തീർക്കാനുള്ള കാര്യങ്ങൾ. ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ഈ ക്ലാസ് നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഈ വർഷം തൊട്ട് നമ്മൾ +1 ഓൺലൈൻ ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഏത് ഡിസ്ട്രിക്റ്റിലുള്ള ആളാണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു വർഷം മുഴുവൻ +1 ഓൺലൈൻ ക്ലാസ് കിട്ടുന്നതായിരിക്കും. വൈകുന്നേരം 8 മണി മുതൽ 9 മണി വരെയാണ് നിങ്ങളുടെ ഓൺലൈൻ ക്ലാസ് ടൈമിംഗ് വരുന്നത്. അപ്പോൾ ഇതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ജസ്റ്റ് ഒന്ന് വാട്സ്ആപ്പ് ചെയ്താൽ മതി. ഡീറ്റെയിൽസ് എല്ലാം അയച്ചു തരുന്നതായിരിക്കും. +2 ഓൺലൈൻ ക്ലാസ്സുകൾ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് എനിക്ക് തോന്നി അത് നമുക്ക് +1 കുട്ടികൾക്ക് കൂടി ഷെയർ ചെയ്യാമെന്ന്. സോ +1കാർക്ക് കൂടി വേണ്ടി ഈ വർഷം തൊട്ട് ഓൺലൈൻ ക്ലാസ്സുകൾ തുടങ്ങുകയാണ്. എല്ലാവരും മാക്സിമം അതിൽ ജോയിൻ ചെയ്യുക. സയൻസ് പഠനം വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് കൈത്തരാം. ഇത് എന്റെ വാക്ക്. നിങ്ങൾ +1 ജയിക്കുന്നത് വരെ നിങ്ങളോടൊപ്പം കൂടെ.